സി വിമൻസ് റൈറ്റിംഗ് ഇൻ ഇന്ത്യയിൽ മൊഡ്യൂൾ 1 തിയറി പോർഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ തിയറി പോർഷനകത്ത് വരുന്നത് എവല്യൂഷൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് വിമൻസ് റൈറ്റിംഗ് ഇൻ ഇന്ത്യ, പിന്നെ വിമൻസ് റൈറ്റിംഗ് ആസ് എൻ അക്കാഡമിക് ഡിസിപ്ലിൻ, ചലഞ്ചസ് എന്താണ്, സ്കോപ്പ് എന്താണ്, പിന്നെ കുറച്ച് കോൺസെപ്റ്റ്. ഇതിനകത്ത് മൊഡ്യൂൾ 1 യൂണിറ്റ് 1 തിയറി പോർഷനിൽ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ് കുറച്ച് ടേംസ് കിടപ്പുണ്ട്. അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ നമുക്ക് നോട്ട്സൊക്കെ ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോട്ട്സ് വേണം എന്നുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ മെയിൽ ID വെക്കുക, അല്ലെങ്കിൽ എനിക്ക് മെയിൽ അയച്ചാലും മതി, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാലും മതി. സോ നമുക്ക് എന്താണ് വിമൻസ് റൈറ്റിംഗ് എന്ന് നോക്കാം. വിമൻസ് റൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ എഴുതുന്ന ലിറ്റററി വർക്ക്സ്, അതായത് സ്ത്രീകളുടെ എക്സ്പീരിയൻസ്, ഇമോഷൻസ്, ഐഡൻറ്റിറ്റീസ്, സ്ട്രഗിൾസ്, അവരുടെ പേഴ്സ്പെക്റ്റീവ്സ്, അഭിപ്രായങ്ങൾ എന്തൊക്കെയാണോ അത് എഴുതുന്ന ലിറ്റററി വർക്കിനെയാണ് നമ്മൾ വിമൻസ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ലിറ്ററേച്ചർ മാത്രം ആവണമെന്നില്ല, സോഷ്യൽ, കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ കണ്ടീഷൻസ് അതിനെക്കുറിച്ചുമൊക്കെ എഴുതുന്ന വർക്കുകളായാലും അത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം എന്തിനകത്താണ് വരുന്നത്? വിമൻസ് റൈറ്റിങ്ങിനകത്താണ് വരുന്നത്. എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ വിമൻസ് റൈറ്റിംഗ്? അവരുടെ ഒപ്പീനിയൻസ് വോയിസ് ഔട്ട് ചെയ്യാൻ, അവരുടെ എക്സ്പീരിയൻസ് പറയാൻ, ഈ പേട്രിയാർക്കൽ ഒപ്രഷനെതിരെ ചലഞ്ച് ചെയ്യാൻ, പിന്നെ അവരുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച്, അവരുടെ പ്ലേസ് എന്താണ്, അവരുടെ സ്ഥാനം എന്താണ് ഹിസ്റ്ററിയിലും ലിറ്ററേച്ചറിലും, അതിനെക്കുറിച്ച് കുറച്ചും കൂടി വ്യക്തമാക്കാൻ, അല്ലെങ്കിൽ റീക്ലെയിം ചെയ്യാൻ, നഷ്ടപ്പെട്ടു പോയ സ്ഥാനമാണെങ്കിൽ തിരിച്ചു പിടിക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് വിമൻസ് റൈറ്റിങ്ങിൻ്റെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മൊഡ്യൂൾ 1 ഇതാണ് വിമൻസ് റൈറ്റിംഗ്, അതിൻ്റെ എയിം എന്ന് പറയുന്നത്. നമുക്ക് എവല്യൂഷൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് വിമൻസ് റൈറ്റിംഗ് ഇൻ ഇന്ത്യ നോക്കാം. അതായത് വിമൻസ് റൈറ്റിംഗ് ഇന്ത്യയിൽ അതിൻ്റെ ഒറിജിൻ എങ്ങനെയാണ്, അതിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരുപാട് സ്റ്റേജസ് ഉണ്ട് വിമൻസ് റൈറ്റിംഗ്, ആദ്യം തന്നെ കയറി വരണമെന്നില്ലല്ലോ. അപ്പോൾ ഏൻഷ്യൻ പീരീഡിലാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ സ്ത്രീകൾ വിമൻ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ലിറ്ററേച്ചർ ഡ്യൂറിങ് ദ വേദിക് പീരീഡ് തൊട്ടേ സ്ത്രീകൾ എഴുതി തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പം സ്ത്രീകൾ വേദിക് പീരീഡ് എന്ന് പറയുമ്പോൾ വേദാസ് ഒക്കെ എഴുതിയ സമയത്ത്, അപ്പോൾ സ്പിരിച്വൽ പോയട്രി, റിലീജിയസ് ഫിലോസഫി, ഡിവോഷണൽ സോങ്സ് എഴുതുമായിരുന്നു. അപ്പം മേജർ വിമൻ റൈറ്റേഴ്സ് വേദിക് പീരീഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗാർഗി വചക്നവി എന്ന് പറഞ്ഞൊരു പിന്നെ വിമൻ റൈറ്റർ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫിലോസഫറായിരുന്നു. മൈത്രേയി എന്ന് പറഞ്ഞൊരു സ്കോളർ ഉണ്ടായിരുന്നു. ആണ്ടാൾ എന്ന് പറയുന്ന അവർ തമിഴ് ഭക്തി പോയിറ്റാണ്, വിഷ്ണുവായിട്ട് ഡിവോട്ടഡ് ടു വിഷ്ണുവാണ്. പിന്നെ അക്ക മഹാദേവി കർണാടകയിലെ മിസ്റ്റിക് പോയിറ്റാണ്. അപ്പോൾ ഇവരൊക്കെയായിരുന്നു വേദിക് പീരീഡിലെ മേജർ വിമൻ റൈറ്റേഴ്സ്. അപ്പോൾ അവർ വേദിക് പീരീഡ് എന്ന് പറയുമ്പോൾ വേദാസിൻ്റെയൊക്കെ സമയമാണ്, വേദാസൊക്കെ എഴുതിയിരുന്ന സമയം. അപ്പോൾ കുറച്ചും കൂടി റിലീജിയസ് അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഡിവോഷൻ, ഗോഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആയിരുന്നു ഇവർ എഴുതിക്കൊണ്ടിരുന്നത്. ഇനി മെഡീവൽ പീരീഡിലും സ്ത്രീകൾ ഡിവോഷണൽ പോയട്രി എഴുതിയിരുന്നു. അതായത് അവരുടെ പേഴ്സണൽ ഡിവോഷനെക്കുറിച്ച്, കാസ്റ്റ് ആൻഡ് ജെൻഡർ ഡിസ്ക്രിമിനേഷനെതിരെ. അപ്പോൾ ആ മെഡീവൽ പീരീഡിലുള്ള റൈറ്റേഴ്സാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മീരാബായി, അവരൊക്കെ. അപ്പോൾ അവരൊക്കെ ഡിവൈൻ ലവിനെക്കുറിച്ചും ഗോഡുമായിട്ടുള്ള റിലേഷനെക്കുറിച്ചും ഒക്കെയാണ് എഴുതിയിട്ടുള്ളത്. ഇനി കൊളോണിയൽ പീരീഡ്, അതായത് നമ്മുടെ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ 19th സെഞ്ച്വറിയിൽ ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ്റെയും അവർ കൊണ്ടുവന്ന സോഷ്യൽ റിഫോംസിൻ്റെയും ഫലമായിട്ട് സ്ത്രീകളുടെ ലൈഫ്സിന് ഒരുപാട് വ്യത്യാസം വന്നിരുന്നു. അതൊക്കെ സ്ത്രീകൾക്ക് എഡ്യൂക്കേഷനും റൈറ്റിങ്ങും കിട്ടി. അതുകൊണ്ട് ആ സമയത്തുണ്ടായിരുന്ന വിമൻ റൈറ്റേഴ്സ് എന്ന് പറയുന്നത് തോറുദത്ത് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ കൃപാബായി, സത്യദാനന്ദൻ, അതുപോലെ തന്നെ പണ്ഡിത രമാബായി, ഇവരൊക്കെയായിരുന്നു കൊളോണിയൽ പീരീഡ് എഴുതിക്കൊണ്ടിരുന്നത്. കൊളോണിയൽ പീരീഡ് എന്ന് പറയുമ്പോൾ വിഡോഹുഡിനെ കുറിച്ച്, വൈധവ്യത്തിനെ കുറിച്ച്, ചൈൽഡ് മാരേജിനെ കുറിച്ച്, വിമൻസ് എഡ്യൂക്കേഷനെ കുറിച്ചൊക്കെ ആയിരുന്നു ഇവരെഴുതിക്കൊണ്ടിരുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞ് ഫ്രീഡം മൂവ്മെൻറ്റ്, നമ്മുടെ ആ ഇന്ത്യയിലേക്ക് ഫ്രീഡം കിട്ടിയ ആ ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്തൊക്കെ എന്ന് വെച്ചാൽ സ്ത്രീകൾ എന്തിനെക്കുറിച്ചായിരിക്കും എഴുതുന്നത്? നാഷണലിസത്തിനെ കുറിച്ച് ഒക്കെ എഴുതിയിരുന്നു. അതായത് സരോജിനി നായിഡുവിനെ പോലെയുള്ള വിമൻ റൈറ്റേഴ്സൊക്കെ പേട്രിയോട്ടിസം, ഫ്രീഡം, നേഷനെ കുറിച്ച്, സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ ഇൻ നമ്മുടെ നാഷണൽ സ്ട്രഗിള് അല്ലെങ്കിൽ ഫ്രീഡം സ്ട്രഗിള്, ഇതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു എഴുതിയിരുന്നത്. പിന്നെ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ്, ഇൻഡിപെൻഡൻസിന് ശേഷം കുറച്ചും കൂടി സ്ത്രീകളുടെ റൈറ്റിംഗ് റിയലിസ്റ്റിക്കലായിട്ട് മാറി, അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ട് മാറി. ആ സമയത്തുണ്ടായിരുന്നവരാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്ന കമലാദാസ്, അനിത ദേശായി, പിന്നെ ശശി ദേശ്പാണ്ഡെ പോലെയുള്ള റൈറ്റേഴ്സ്. അവർ മാരേജിനെ കുറിച്ചും ലോൺലിനെസ്സിനെ കുറിച്ചും സെക്ഷുവാലിറ്റിയെക്കുറിച്ചും, ഈ ഡൊമസ്റ്റിക് ഓപ്പറേഷൻ, സ്ത്രീകൾ വീടുകളിലൊക്കെ ഫേസ് ചെയ്യുന്ന ഡൊമസ്റ്റിക് ആയിട്ടുള്ള വയലൻസ്, ഡൊമസ്റ്റിക് ഓപ്പറേഷൻ, ഇതിനെക്കുറിച്ചൊക്കെ എഴുതി. ഇപ്പോൾ കണ്ടംപററി പീരീഡാണ്, 1990 തൊട്ട് ഇപ്പോൾ 2026 വരെ ആകുമ്പം വിമൻസ് റൈറ്റിംഗ് ഭയങ്കര ഡൈവേഴ്സായിട്ട് മാറിയിരിക്കുകയാണ്. അരുന്ധതി റോയ്, കിരൺ ദേശായി, ഭാമ, ജുംബ ലാഹിരി, മീന കന്ദസ്വാമി പോലെയുള്ള റൈറ്റേഴ്സുണ്ട്. അവരൊക്കെ ഗ്ലോബലൈസേഷനെ കുറിച്ച് എഴുതാറുണ്ട്. ദളിത് ഫെമിനിസം വന്നു,
നമുക്ക് പഠിക്കാനുള്ളതാണ് അതൊക്കെ. എക്കോ ഫെമിനിസം വന്നു, വയലൻസിനെ കുറിച്ച്, പിന്നെ അതുപോലെ തന്നെ എന്താണ് LGBTQ ഇഷ്യൂസിനെ കുറിച്ചൊക്കെ എഴുതാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ ഒരു എവല്യൂഷൻ ഓഫ് വിമൻസ് റൈറ്റിംഗ് ഇൻ ഇന്ത്യ ചോദിച്ചാൽ അതാണ്ട് ഈ ഒരു കണ്ടംപററി പീരീഡ് വരെയുള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഇനി ഈ വിമൻസ് റൈറ്റിങ്ങിന് അക്കാഡമിക് ഡിസിപ്ലിനിൽ എന്ത് കാര്യം, നമ്മൾ പഠിക്കുന്നതിനകത്ത് എന്താണ് കാര്യം? വിമൻസ് റൈറ്റിംഗ് ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന പോലെ യൂണിവേഴ്സിറ്റീസിലെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അത് എപ്പോൾ തൊട്ടാണ് പഠനം തുടങ്ങിയത്? 1970 മുതലാണ് നമ്മൾ വിമൻ സ്റ്റഡീസ് അല്ലെങ്കിൽ ജെൻഡർ സ്റ്റഡീസ് എന്നും പറഞ്ഞ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചു തുടങ്ങിയത്. അതായത് എന്തിനു വേണ്ടിയാണ് നമ്മൾ അക്കാഡമിക് ഡിസിപ്ലിനിൽ വിമൻസ് റൈറ്റിങ്ങിനെ ഉൾപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ ഫോർഗോട്ടൺ ആയിട്ടുള്ള വിമൻ റൈറ്റേഴ്സിനെ കുറിച്ച് പഠിക്കാൻ. പിന്നെ മെയിൽ ഡോമിനേറ്റഡ് ആണ് മിക്കവാറുമുള്ള ലിറ്ററേച്ചർ അല്ലെങ്കിൽ ലിറ്റററി ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിനെ ചലഞ്ച് ചെയ്യാൻ, സ്ത്രീകളുടെ പെർസ്പെക്റ്റീവിലൂടെ നമ്മൾ ലിറ്ററേച്ചറിനെ മനസ്സിലാക്കുക, ടെക്സ്റ്റിനകത്തുള്ള ജെൻഡർ പൊളിറ്റിക്സ് മനസ്സിലാക്കുക, ഇക്വാളിറ്റി പ്രൊമോട്ട് ചെയ്യുക. ഇതിനു വേണ്ടിയാണ് നമ്മൾ വിമൻസ് റൈറ്റിങ്ങിനെ അക്കാഡമിക് ഡിസിപ്ലിനിൽ ഉൾപ്പെടുത്തിയത്. പിന്നെ അതായത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, സ്ത്രീകളെക്കുറിച്ചുള്ള റെപ്രസെൻറ്റേഷൻ, സ്ത്രീകളുടെ ഹിസ്റ്ററി, ഫെമിനിസ്റ്റ് തിയറികളെക്കുറിച്ച് മനസ്സിലാക്കുക, ഇതൊക്കെയായിരുന്നു നമ്മൾ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ വിമൻസ് റൈറ്റിങ്ങിനകത്ത് എന്തൊക്കെ വരും? അവർ കവിത എഴുതുന്നു, നോവൽസ് എഴുതുന്നു, ഡ്രാമ എഴുതുന്നു, ഓട്ടോബയോഗ്രഫീസ് ഉണ്ട്, അല്ലേ, ബ്ലോഗ് എഴുതുന്നു, സോഷ്യൽ മീഡിയയിലുണ്ട്, ഗ്രാഫിക് നോവൽസും എല്ലാം വിമൻസ് റൈറ്റിങ്ങിനകത്ത് വരുന്നുണ്ട്. ഇനി വിമൻസ് റൈറ്റിങ്ങിൻ്റെ ചലഞ്ചസ് എന്തൊക്കെയാണ്, അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്? അപ്പോൾ ഒന്നാമത് നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയാണ്, പേട്രിയാർക്കൽ സൊസൈറ്റിയാണ്. അപ്പോൾ സ്ത്രീകളെ ഡിസ്കറേജ് ചെയ്യും എഴുതുന്നതിൽ നിന്ന്. അതുകൊണ്ട് തന്നെ മിക്കവാറുമുള്ള സ്ത്രീകൾ, പണ്ടത്തെ സ്ത്രീകളൊക്കെ പേര് വെക്കാതെ അനോണിമസ് ആയിട്ടാണ് എഴുതിക്കൊണ്ടിരുന്നത്. ഇനി സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കത്തില്ലായിരുന്നു. അതുപോലെ തന്നെ ഇനി അഥവാ എഴുതിയാൽ തന്നെ സ്ത്രീകളുടെ റൈറ്റിങ്സ് പബ്ലിഷ് ചെയ്യാനും ആരുമില്ലായിരുന്നു. പിന്നെന്താണ്, സ്ത്രീകളുടെ ലിറ്ററേച്ചറിനെ നമ്മൾ വളരെ ലെസ് സീരിയസ് ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര കണ്ണീർ കഥകളായിട്ട് അല്ലെങ്കിൽ ഇമോഷണലായിട്ട് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളായിരുന്നു. അതുപോലെ തന്നെ മാരേജ്, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ്, ഡൊമസ്റ്റിക് വർക്ക്, ഇതെല്ലാം കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ക്രിയേറ്റീവായിട്ട് എഴുതാനുള്ളൊരു ഫ്രീഡം സ്ത്രീകൾക്ക് വീട്ടിൽ നിന്നും കിട്ടുന്നില്ലായിരുന്നു. പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സെക്ഷുവാലിറ്റിയെക്കുറിച്ച് സ്ത്രീകൾ അഥവാ ഓപ്പൺ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അവർക്ക് ക്രിറ്റിസിസം നേരിടേണ്ടി വരും. ഫോർ എക്സാമ്പിൾ കമലാദാസിനെ പോലുള്ള റൈറ്റേഴ്സൊക്കെ. അതുപോലെ തന്നെ എന്താണ്, ട്രൈബൽ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ദളിത് ലിറ്ററേച്ചർ, മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിലൊക്കെ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾക്കും എഴുതാനുള്ള റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ എഴുതാനുള്ള ഒരു ചാൻസ് അവർക്ക് ഇല്ലായിരുന്നു. ഇതൊക്കെയാണ് അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്. മെയിൻ ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ 7 എണ്ണമാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകളാണ്. ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സെക്സും ജെൻഡറുമാണ്. നിങ്ങളിത് രണ്ടും ഒരുമിച്ച് വേണം പഠിക്കാൻ. വാട്ട് ഈസ് സെക്സ് ആൻഡ് വാട്ട് ഈസ് ജെൻഡർ. അപ്പം സെക്സിനെ കുറിച്ചാണ് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ജെൻഡറിനെ കുറിച്ചും അവിടെ പറഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ സെക്സ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ബയോളജിക്കൽ ഡിഫറൻസിനെയാണ് നമ്മൾ സെക്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡിയിലുള്ള വ്യത്യാസം, ആണും പെണ്ണും തമ്മിലുള്ള, അതാണ് സെക്സ്. അതായത് ഹോർമോണുകളിൽ, ക്രോമോസോമുകളിൽ, റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. ഇപ്പോൾ സെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ബൈ ബർത്ത് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ബേബി മെയിലാണോ ഫീമെയിലാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ബൈ ഹിസ് ബയോളജിക്കൽ സെക്സ്, റീപ്രൊഡക്റ്റീവ് ഓർഗൻസും ഹോർമോൺസും ഒക്കെ വെച്ചിട്ട് നമ്മൾ പറയും. ജെൻഡർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന കണക്ക് ബോഡി പാർട്സിനെ വെച്ചിട്ട് നമ്മൾ അസൈൻ ചെയ്യുന്നതല്ല ജെൻഡർ എന്ന് പറയുന്നത്. ജെൻഡർ എന്ന് പറയുന്നത് ഒരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് റോളാണ്. നമ്മുടെ ബിഹേവിയർ, നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്, നമ്മുടെ എക്സ്പെക്റ്റേഷൻസ്, നമ്മുടെ ഐഡൻറ്റിറ്റി, അതായത് നമ്മൾ മാസ്കുലൈൻ ആണോ ഫെമിനൈൻ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ. അപ്പോൾ സെക്സും ജെൻഡറും പണ്ടത്തെ ആളുകളൊക്കെ എന്ന് വെച്ചാൽ ഒന്നാണെന്നുള്ള രീതിയിലായിരുന്നു ഡിഫൈൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ സെക്സ് എന്ന് വെച്ചാൽ പ്യുവർലി ബയോളജിക്കലാണ്, ബോഡി വൈസാണ് നമ്മൾ പറയുന്നത്. ജെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവിടെയാണ് ഇത് വരുന്നത്, ട്രാൻസ്ജെൻഡേഴ്സും തേർഡ് ജെൻഡറൊക്കെ വരുന്നത്. അതായത് ഒരാളുടെ സെക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്താണോ, മെയിലാണോ ഫീമെയിലാണോ അത് വെച്ചിട്ട് നമുക്ക് എന്ന് പറയാം. ജെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാളുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണിൻ്റേതാണെങ്കിലും അയാൾ പെരുമാറുന്ന രീതിയോ അല്ലെങ്കിൽ അയാളുടെ എക്സ്പെക്റ്റേഷൻസോ അല്ലെങ്കിൽ അയാളുടെ ഐഡൻറ്റിറ്റിയോ അയാൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അയാൾ പെണ്ണാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അയാൾ ആണാണെന്ന് പറയാൻ പറ്റത്തില്ല. അയാൾ എന്താണോ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അയാളുടെ ജെൻഡർ എന്താണെന്ന് ചോദിച്ചാൽ അയാൾ എന്തിനാണോ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അയാൾ ചിലപ്പം ആണായിട്ടുള്ള റീപ്രൊഡക്റ്റീവ് പാർട്സ് ആണെങ്കിൽ പോലും അയാൾ പെണ്ണായിട്ടാണ് അയാൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതാണ് അയാളുടെ ആ ജെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ജെൻഡർ എന്ന് വെച്ചാൽ അതൊരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് റോളാണ്. എന്ന് വെച്ചാൽ നമ്മൾ പെൺകുട്ടി ആയതുകൊണ്ട് നമ്മൾ ഇന്ന ബിഹേവിയർ, നമ്മളിൽ നിന്ന് കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്, നമ്മൾ ഇതുപോലെ നടക്കണം, മുടി വളർത്തണം, അല്ലേ, ഇതൊക്കെയാണ് ജെൻഡറിനകത്ത് വരുന്ന കാര്യങ്ങൾ. അപ്പോൾ
എന്ന് വെച്ചാൽ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാൻ പഠിക്കണം, ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വേണ്ടി പിന്നെ ജോലി ചെയ്ത് ശമ്പളം കൊണ്ടുവരണം, അല്ലെങ്കിൽ വീട് നോക്കണം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെൻഡറിൻ്റെയാണ്. എന്ന് വെച്ചാൽ ജെൻഡർ എന്ന് വെച്ചാൽ എന്താണ്, ഒരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് റോളാണ്, ബിഹേവിയറാണ്, എക്സ്പെക്റ്റേഷൻസ് ആണ്, നമ്മുടെ ഐഡൻറ്റിറ്റി. അപ്പോൾ ഇതാണ് സെക്സും ജെൻഡറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോൺസെപ്റ്റ് വരുന്നത് പേട്രിയാർക്കിയാണ്. പേട്രിയാർക്കി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സിസ്റ്റം വെയർ മെൻ ഹോൾഡ് പ്രൈമറി പവർ ഇൻ പൊളിറ്റിക്സ്, ഫാമിലി, റിലിജിയൻ, പ്രോപ്പർട്ടി ആൻഡ് സൊസൈറ്റി. അപ്പോൾ പേട്രിയാർക്കി എന്നുള്ള വാക്ക് ഗ്രീക്ക് ലാംഗ്വേജിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. പേറ്റർ എന്ന് വെച്ചാൽ ഫാദർ, ആർക്കി എന്ന് വെച്ചാൽ റൂള്. അതായത് മെയിൽ ഡോമിനൻസിനെ അല്ലെങ്കിൽ ഫീമെയിൽ സബോർഡിനേഷനെയാണ് എന്തെന്ന് പറയുന്നത്, പേട്രിയാർക്കി എന്ന് പറയുന്നത്. മെയിൽ ഡോമിനേഷൻ കാരണം ഫീമെയിൽ സബോർഡിനേഷൻ ആവുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, കമലാദാസിൻ്റെ ആൻ ഇൻട്രൊഡക്ഷൻ എന്നുള്ള പോത്തിനകത്തൊക്കെ പേട്രിയാർക്കൽ കൺട്രോളിനെ കുറിച്ചാണ് അവർ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ആണ്. ജെൻഡർ സ്റ്റീരിയോടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു മാൻ അല്ലെങ്കിൽ വുമൺ ബിഹേവ് ചെയ്യേണ്ടത്, അതൊരു ഫിക്സഡ് ബിലീഫിൽ ഇങ്ങനെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പോലെ ആക്കി വെക്കും. അതാണ് ജെൻഡർ സ്റ്റീരിയോടൈപ്സ്. അതായത് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഇമോഷണൽ ആയിരിക്കും, വീട്ടിലിരിക്കണം, കുക്ക് ചെയ്യണം, ചിൽഡ്രനെ നർച്ചർ ചെയ്യണം, കെയർ ചെയ്യണം. ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയിരിക്കണം, മണി ഏൺ ചെയ്യണം, കരയാൻ പാടില്ല, ഫാമിലിയെ ലീഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് ജെൻഡർ സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നത്. കുറച്ച് ഫിക്സഡ് ആയിട്ടുള്ള ബിലീവ്സിനനുസരിച്ച് ആണും പെണ്ണും ഇങ്ങനെ തന്നെ പെരുമാറണം, ബിഹേവ് ചെയ്യണം എന്നുള്ളതാണ് ജെൻഡർ സ്റ്റീരിയോടൈപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ജെൻഡറും കൾച്ചറും തമ്മിലുള്ള റിലേഷൻ. ജെൻഡർ റോൾസ് ക്രിയേറ്റ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും കൾച്ചറിലൂടെയാണ്. അതായത് കൾച്ചറിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ ക്ലോത്തിങ്, ആണാണെങ്കിൽ ഇങ്ങനെ, പെണ്ണാണെങ്കിൽ ഇങ്ങനെ. മാരേജ് കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും, എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും, റിലീജിയൻ്റെ കാര്യത്തിലാണെങ്കിലും, ബിഹേവിയറിൻ്റെ കാര്യത്തിലാണെങ്കിലും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കൾച്ചറിന് ചേരുന്നതല്ല പെൺകുട്ടികൾ മുടി മുറിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ പിന്നെ ഷർട്ടും പാൻറ്റും ഇടുന്നത്, അല്ലെങ്കിൽ ബൈക്കിൽ പിന്നെ രാത്രിയിൽ വെളിയിലിറങ്ങുന്നത്. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുമല്ലോ കൾച്ചറിനനുസരിച്ചല്ല എന്ന്. അതാണ് ജെൻഡർ ആൻഡ് കൾച്ചർ. അപ്പോൾ ജെൻഡർ റോൾസ് ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും കൾച്ചറിലൂടെയാണ്. നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഫെമിനിസം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഓർ കൾച്ചറൽ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ഫെമിനിസം എന്ന് പറയുന്നത്. വേർ ദർ ഇസ് ഈക്വാലിറ്റി ബിറ്റ്വീൻ വിമൻ ആൻഡ് മെൻ. അതാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അതായത് ഈക്വൽ റൈറ്റ്സ് ഉണ്ടായിരിക്കണം, ഈക്വൽ എഡ്യൂക്കേഷൻ വേണം, ഈക്വൽ വേജസ് വേണം, ഫ്രീഡം ഉണ്ടായിരിക്കണം, ഈക്വൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ വേണം. അപ്പോൾ ഇതിനെയാണ് നമ്മൾ, അതായത് ഈക്വാലിറ്റി എന്ന് വെച്ചാൽ സ്ത്രീക്കും പുരുഷനും ഇത്രയും ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. അതാണ് ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫെമിനിസത്തിനകത്ത് ഫെമിനിസം എന്ന് വെച്ചാൽ നമ്മളിപ്പം കണ്ട ഫെമിനിസം അല്ല ആദ്യം തുടങ്ങിയപ്പോൾ ഉള്ള ഫെമിനിസം എന്ന് പറയുന്നത്. ആദ്യത്തെ ഫെമിനിസം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വോട്ടിംഗ് റൈറ്റ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, സ്ത്രീകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം അല്ലെങ്കിൽ പ്രോപ്പർട്ടി നേടിയെടുക്കാനുള്ള അവകാശം എന്നായിരുന്നു ഫസ്റ്റ് വേവ് ഓഫ് ഫെമിനിസത്തിനകത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. സെക്കൻഡ് വേവ് ഓഫ് ഫെമിനിസത്തിനകത്ത് വർക്ക് പ്ലേസ് ഈക്വാളിറ്റി, റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ് ഇതൊക്കെയാണ് വന്നത്. തേർഡ് വേവ് ഫെമിനിസത്തിനകത്താണ് ഐഡൻറ്റിറ്റി, സെക്ഷുവാലിറ്റി പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. അതായത് ഇതിനകത്തെല്ലാം ഈക്വാളിറ്റി വേണമെന്ന് പറഞ്ഞത്. ഫോർത്ത് വേവ് ഫെമിനിസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ #MeToo മൂവ്മെൻറ്റ് വരുന്നത്, ഓൺലൈനായിട്ടുള്ള ആക്ടിവിസം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്ത്രീകളെ ഇങ്ങനെ സ്ലട്ട് ഷെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് തന്നെ, ഡിജിറ്റലായിട്ട് തന്നെ നമ്മൾ ഓരോ ഇതിന് MeToo മൂവ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇറക്കുന്നു. സെക്ഷൽ ഹാരസ്മെൻറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻസ് ഒക്കെ നമ്മൾ നടത്തുന്നു ഈക്വാളിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഫെമിനിസത്തിന് വേണ്ടി. അതൊക്കെ ഇപ്പോഴത്തെ സ്റ്റേജ് ഓഫ് ഫെമിനിസത്തിനകത്ത് വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എക്രീച്ചർ ഫെമിനൈൻ എന്ന് വെച്ചാൽ എന്താണ്? എക്രീച്ചർ ഫെമിനൈൻ എന്ന് വെച്ചാൽ സ്ത്രീകളുടെ റൈറ്റിംഗ്, അതാണ് വിമൻസ് റൈറ്റിങ്ങിനെയാണ് നമ്മൾ എക്രീച്ചർ ഫെമിനൈൻ എന്ന് പറയുന്നത്. ഇത് കോയിൻ ചെയ്തത് ഫ്രഞ്ച് ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഹെലൻ കിക്സോ ആണ്. ഓക്കെ, അവർ ആർഗ്യൂ ചെയ്തതെന്ന് വെച്ചാൽ സ്ത്രീകൾ അവരുടെ ബോഡിയെക്കുറിച്ചും ഇമോഷൻസിനെ കുറിച്ചും എക്സ്പീരിയൻസിനെ കുറിച്ചും എഴുതണം ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. അല്ലാതെ ആണുങ്ങൾ എഴുതുന്നത് വിശ്വസിച്ച് നമ്മൾ നിൽക്കരുത്. അതായത് ലാംഗ്വേജിനെ നമ്മൾ അതിനനുസരിച്ച് പാകപ്പെടുത്തുക, ഇമോഷണൽ എക്സ്പ്രഷൻസ് നൽകുക, ഫീമെയിൽ ഐഡൻറ്റിറ്റിയെ സെലിബ്രേറ്റ് ചെയ്തെഴുതുക. അപ്പോൾ നമുക്ക് എക്രീച്ചർ ഫെമിനൈൻ്റെ നമുക്ക് ബെസ്റ്റ് എക്സാമ്പിളായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കമലാദാസിൻ്റെ റൈറ്റിങ്സ് ഒക്കെ എക്രീച്ചർ ഫെമിനൈനകത്ത് വരുവാണെന്ന് വെച്ചാൽ സ്ത്രീകൾ അവരുടെ ബോഡിയെക്കുറിച്ചും അവരുടെ ഇമോഷൻസിനെ കുറിച്ചും ഒക്കെ എഴുതുക. നെക്സ്റ്റ് ടോപ്പിക്ക് എക്കോ ഫെമിനിസം ആണ്. എക്കോ ഫെമിനിസം
എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെയും നേച്ചറിനെയും എങ്ങനെയാണ് ഒരുപോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അതാണ് എക്കോ ഫെമിനിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രാങ്കോയിസ് ഡുബോൺ ആണ് ഇത് കോയിൻ ചെയ്ത് 1974. നോട്ടിനകത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം എക്കോ ഫെമിനിസം എന്ന് വെച്ചാൽ നേച്ചർ, മദർ എർത്ത്, പിന്നെ നമ്മൾ എൻവയോൺമെൻറ്റിനോട് ചെയ്യുന്ന അനീതികൾക്കെതിരെ അതിനൊരു ജസ്റ്റിസ് കൊണ്ടുവരിക, ഇതൊക്കെയാണ് എക്കോ ഫെമിനിസത്തിനകത്ത് വരുന്നത്. അതായത് സ്ത്രീകളെയും നേച്ചറിനെയും നമ്മൾ ഒരുപോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്നു, അത് തമ്മിലുള്ളൊരു കണക്ഷൻ. അപ്പോൾ ഇതിനകത്ത് വരുന്ന ആളുകൾ അല്ലെങ്കിൽ എക്കോ ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോൾ വന്ദന ശിവ ഒരു പിന്നെ എക്കോ ഫെമിനിസ്റ്റ് ലീഡറാണ്. അതുപോലെ തന്നെ അരുന്ധതി റോയൊക്കെ എന്താണ് ഈ എൻവയോൺമെൻറ്റൽ ആക്ടിവിസത്തിനകത്ത് വരുന്ന ആളുകളാണ് കേട്ടോ, റൈറ്ററൊക്കെയാണ്. പിന്നെ വരുന്നത് ദളിത് ഫെമിനിസമാണ്. ദളിത് ഫെമിനിസം എന്ന് വെച്ചാൽ ദളിത് വിമണിൻ്റെ എക്സ്പീരിയൻസ്, അവരെങ്ങനെയാണ് ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നത്. ദളിത് ഫെമിനിസം അല്ലെങ്കിൽ ദളിത് സ്ത്രീകളെന്ന് പറയുന്നത് 2 രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനാണ് അവർ ഫേസ് ചെയ്യുന്നത്. ഒന്ന് സ്ത്രീയാണെന്നുള്ളതിൻ്റെ ഡിസ്ക്രിമിനേഷനും, രണ്ടാമത് ദളിത് കാറ്റഗറിയിൽ പെടുന്നു എന്നുള്ളത് കൊണ്ടുള്ള വേർതിരിവ് അവർ ഫേസ് ചെയ്യുന്നു. സോ ഡബിൾ ഡിസ്ക്രിമിനേഷനാണ് അവർ, കാസ്റ്റിൽ നിന്നും ജെൻഡറിൽ നിന്നും അവർക്ക് ഡിസ്ക്രിമിനേഷൻ അവർ നേരിടുന്നു. അപ്പോൾ ദളിത് ഫെമിനിസത്തിനകത്ത് വരുന്നത് കാസ്റ്റിൻ്റെ വയലൻസ്, പോവേർട്ടി, അൺടച്ചബിലിറ്റി, സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷനൊക്കെ വരുന്നുണ്ട്. ദളിത് ഫെമിനിസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ദളിത് റൈറ്റേഴ്സ് ആരൊക്കെയാണ്, അതായത് ദളിത് ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ് എന്ന് പറയാനായിട്ട് മീന കന്ദസ്വാമിയുണ്ട്, ഭാമയുണ്ട്, ഊർമിള പാവർ, ഇവരൊക്കെയാണ്. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് പോസ്റ്റ് ഫെമിനിസമാണ്. പോസ്റ്റ് ഫെമിനിസം എന്ന് വെച്ചാൽ ഈ അതായത് ഫെമിനിസത്തിന് ശേഷം എങ്ങനെയാണ് മൂവ്മെൻറ്റുകൾ അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ്സ് എമേർജ് ചെയ്തത്. അതായത് വിമൻസ് എംപവർമെൻറ്റ്, കൺസ്യൂമർ കൾച്ചർ. വിമൻസ് എംപവർമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് വിമൻ അപ്പോസ്ട്രഫി എസ് ആണ് കേട്ടോ. സ്ത്രീകളുടെ എംപവർമെൻറ്റിനെ എങ്ങനെ ഫെമിനിസം ഇമ്പാക്റ്റ് ചെയ്തു, പിന്നെ മീഡിയയിൽ എങ്ങനെയാണ് വന്നത്, ഇതൊക്കെയാണ് നമ്മൾ പോസ്റ്റ് ഫെമിനിസം എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഫെമിനിസത്തിന് ശേഷം അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റിന് ശേഷം എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് നമ്മൾ നടത്തി, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. ഓക്കെ, പിന്നെ ഡിജിറ്റൽ ഫെമിനിസമാണ് അടുത്ത കോൺസെപ്റ്റ്. ഡിജിറ്റൽ ഫെമിനിസം എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ജെൻഡർ ഇക്വാളിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നതും ഈ ഡിസ്ക്രിമിനേഷനെ എങ്ങനെ നമ്മൾ ചലഞ്ച് ചെയ്യുന്നു. അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴി നമ്മളെങ്ങനെ ജെൻഡർ ഡിസ്ക്രിമിനേഷനെ തടയുന്നു, ഇക്വാളിറ്റി എങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതായത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് അല്ലെങ്കിൽ ബ്ലോഗിലൂടെയൊക്കെ നമ്മൾ എങ്ങനെയാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷനെ തടയുന്നത്, അല്ലെങ്കിൽ ബാക്കി ഇക്വാളിറ്റി എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതിന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ക്യാമ്പയിനാണ് #MeToo. അപ്പോൾ ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലോബൽ റീച്ച് കിട്ടും. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ ആയതുകൊണ്ട് അവെയർനെസ്സും ആക്ടിവിസും ഒക്കെ നമുക്ക് എളുപ്പമാണ്. പക്ഷേ നമ്മൾ നേരിടുന്ന ചലഞ്ചസ് എന്താണ്? ഓൺലൈനായിട്ടും സ്ത്രീകൾ ഹാരസ്മെൻറ്റ് ഫേസ് ചെയ്യുന്നുണ്ട്, ട്രോള് ഫേസ് ചെയ്യുന്നുണ്ട്, അല്ലേ, മിസ്ഇൻഫർമേഷനുണ്ട്, പ്രൈവസി കൺസേൺസും വരുന്നുണ്ട്. നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി എന്നാണ്. ഐഡൻറ്റിറ്റി എന്ന് വെച്ചാൽ ഒരാളുടെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹൂ ദേ ആർ. അതിപ്പം ജെൻഡറിൻ്റെ പേരിലോ കാസ്റ്റിൻ്റെ പേരിലോ ക്ലാസിൻ്റെ പേരിലോ റിലീജിയൻ, ലാംഗ്വേജ്, സെക്ഷുവാലിറ്റി, നാഷണാലിറ്റി അല്ലെങ്കിൽ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരാൾ എങ്ങനെയാണോ അയാളെ തന്നെ സ്വയം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പം സ്ത്രീകളുടെ ഐഡൻറ്റിറ്റിയും ഈ ഫെമിനിസമായിട്ട് അല്ലെങ്കിൽ വിമൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ വിമൻസ് റൈറ്റിങ്ങിലൂടെ സ്ത്രീകൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ സൊസൈറ്റിയിൽ മൾട്ടിപ്പിൾ ഐഡൻറ്റിറ്റീസാണ് സ്ത്രീകൾക്കുള്ളത്. അമ്മ, ഭാര്യ, മകൾ, അല്ലേ, മരുമകൾ, ഇങ്ങനെയുള്ള ഒരുപാട് റോൾസാണ് അവർക്കുള്ളത്. അപ്പോൾ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെന്താണ് ഈ ജുംബ ലാഹിരി പോലെയുള്ള ഫെമിനിസ്റ്റ് റൈറ്റേഴ്സിൻ്റെ വർക്ക്സിനകത്തൊക്കെ ഇങ്ങനെ സ്ത്രീകൾ കൈകാര്യം ചെയ്യുന്ന മൾട്ടിപ്പിൾ റോൾസിനെ കുറിച്ചാണ് അവരതിനകത്ത് എഴുതുന്നത്. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ആംബി വാലൻസ് എന്നാണ്. ആംബി വാലൻസ് എന്ന് വെച്ചാൽ നമുക്ക് മിക്സഡ് ഫീലിങ്സ് ഉണ്ടാവുക ടുവേർഡ്സ് എ പേഴ്സൺ, ഐഡിയ ഓർ എ റിലേഷൻഷിപ്പ് ഓർ എ സിറ്റുവേഷൻ. അതായത് സ്ത്രീകൾക്ക് ഓഫൺ ദേ എക്സ്പീരിയൻസ് ആംബി വാലൻസ് ബിക്കോസ് അവർക്കൊരു പേഴ്സണൽ ഡിസയർ കാണും, പക്ഷേ സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ച് അവർക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ അത് തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. ഇപ്പം എനിക്ക് മുടി മുറിച്ച് നടക്കണം, പക്ഷേ എൻ്റെ വീട്ടിൽ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ ആളുകൾ എന്ത് പറയുമെന്ന് പറഞ്ഞ് എനിക്ക് പേടി. ഓക്കെ, അപ്പോൾ അത് കണ്ടോ, അപ്പോൾ അവിടെ എനിക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായതാണ്. എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് വേറെ, ഞാൻ പക്ഷേ സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് നിൽക്കുകയും വേണം. അപ്പോൾ ആ ഒരു കൺഫ്യൂസ്ഡ് ഫീലിങ്ങിനെ അല്ലെങ്കിൽ മിക്സഡ് ഫീലിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആംബി വാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പഠിക്കാനുള്ള നമ്മുടെ മൊഡ്യൂൾ 1 തിയറി പോർഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പിന്നെ അങ്ങോട്ട് എസ്സേയ്സും കാര്യങ്ങളുമൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്.